ഫാൻസി നമ്പറാണ് 8888. ഓക്കെ, പൊളി. എക്സ്പെഡീഷൻ വേരിയന്റിൽ 65,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 65,000 2016 മോഡൽ വാഹനമാണ്. ഇത് 2021 വാഹനം. 38,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വാഹനമാണ്. ഓക്കെ, വണ്ടി കറക്റ്റ് മെയിൻറ്റൈൻഡ് ആണ്, പക്ക കമ്പനി സർവീസ് തന്നെയാണ്. ഏതാണ്? ഡീസൽ 4x4 അല്ല, പെട്രോള് മാനുവൽ 4x4 ആണ്. നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളൊരു ബ്രാൻഡാണ് MGയുടെ ഹെക്ടർ പ്ലസ് ആണ്. 7 സീറ്റർ വാഹനമാണ് ഇത്. KL 19 രജിസ്ട്രേഷൻ, ഡീസലാണ്. ഡീസൽ മാനുവൽ കാറാണ്. അത്യാവശ്യം മൈലേജ് കിട്ടില്ല? അപ്പോൾ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒരു 13-14 കിട്ടും. 13 15ന്റെ മുകളിൽ കിട്ടും. അത്രയും ഉറപ്പിച്ച് പറയാം. ഉറപ്പായിട്ടും കിട്ടും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പുതിയൊരു ഷോറൂം പരിചയപ്പെടുത്തുമ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നൊരു ഷോറൂമാണ്. എൻ്റെ പുറകിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. കോമ്പാക്ട് SUV സെഗ്മെൻ്റ് ഉണ്ട്, പ്രീമിയം സെഗ്മെൻറ്റുകളുണ്ട്, ചെറുവാഹനങ്ങൾ എല്ലാം വരുന്നൊരു അടിപൊളി ഷോറൂമാണ്. നമ്മളങ്ങനെ ചെയ്യാത്തൊരു ഏരിയയിൽ വെച്ചിട്ടാണ് ലൊക്കേഷൻ. കൊടുങ്ങല്ലൂരാണ് വരുന്നത്. തൃശ്ശൂർ ജില്ല, എറണാകുളത്തിൻ്റെ ബോർഡർ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഷോറൂമിനെ പറ്റിയുള്ള ഡീറ്റെയിൽ നിങ്ങൾക്കറിയണ്ടേ? നമുക്ക് സ്വാഗതം ചെയ്യാം. അനസ് ഭായ്, സ്വാഗതം. സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോറൂമിന്റെ പേര് TG7 എന്നാണ്. അതിന്റെ ഫുൾ എന്താ? ടോപ്പ് ഗിയർ 7 എന്നുള്ളതാണ് നമ്മുടെ ഷോറൂമിന്റെ ടോപ്പ് ഗിയർ 7 അല്ലേ? TG7 അതാണ്. ഇത് ലൊക്കേഷൻ എവിടെ? കറക്റ്റ് എങ്ങനെ വരിക? കൊടുങ്ങല്ലൂര് ടൗണിൽ തന്നെയാണ്. ഔട്ടറിൽ, അതായത് TKS പുരം എന്നാണ് ഈ സ്ഥലത്തിന്റെ എക്സാക്ട് സ്ഥലം. TKS പുരം. ഓക്കെ, എക്സാക്ട് ലൊക്കേഷൻ അതാണ് അല്ലേ? അതായത് നമ്മുടെ ഹൈവേ പാരൽ റോഡ് തന്നെ. അതെ, ഹൈവേയുടെ ജസ്റ്റ് പാരൽ, അതായത് അതിന്റെ കിഴക്കേ സൈഡിലുള്ള പാരൽ റോഡ്. അതാണ് ലൊക്കേഷൻ. ഇപ്പോൾ എത്ര കാലം ഈ ഒരു ബിസിനസ്സിലേക്ക് കയറിയിട്ടിപ്പോൾ? ഈ ബിസിനസ്സിൽ 20 വർഷം കഴിഞ്ഞ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. ഏകദേശം 5000-ലധികം നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു അതെന്ന് പറഞ്ഞോടേ? ഇവിടെ എത്തിപ്പെട്ടതിന്റെ മെയിൻ ഒരു കാര്യം കോഴിക്കോടുള്ള ജംഷിയാണ്. ജംഷി ആണ് നമ്മളെ ജംഷീർക്കാണ് പറഞ്ഞത് പുള്ളിയെടുത്ത്. അപ്പോൾ നമ്മളെ വിളിച്ചപ്പോൾ അവരുടെ ഡീലിങ്സ് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഓക്കെ, അങ്ങനെ വന്നതാണ്. വണ്ടികളുടെ ഗ്യാരണ്ടി ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ വണ്ടികളിൽ പുതിയ വണ്ടികളിൽ കമ്പനി കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി പുറമെ ഞങ്ങൾ ഒരു ഷുവറിറ്റി, ഇപ്പോൾ ഇവിടെ എടുക്കുന്ന എല്ലാ വാഹനങ്ങളിലും ഉറപ്പായിട്ടും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററിയാണ്. സർവീസ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരു വാഹനം പോലും ഞങ്ങളുടെ ഷോറൂമിൽ ഉണ്ടാവില്ല എന്നുള്ള സർവീസ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരു വാഹനം നമ്മുടെ ഷോറൂമിൽ ഇല്ല എന്നുള്ളത്. അത് ഇൻഷുറൻസ് ഹിസ്റ്ററിയും കാറിന്റെ ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിന്റെ സർവീസ് ഹിസ്റ്ററി ഞങ്ങളിവിടെ PDF ആയിട്ട് കീപ്പ് ചെയ്തിട്ട് എല്ലാ വാഹനങ്ങളും എടുക്കാറുള്ളൂ. അപ്പോൾ ഏത് രാത്രിയിൽ വന്നൊരു കസ്റ്റമർ ഇവിടെ വന്ന് വാഹനം മേടിച്ചാൽ പോലും അവർക്ക് സേഫ് ആയിട്ട് വാഹനം മേടിക്കാൻ സാധിക്കും. ആ ഒരു ഉറപ്പ് തന്നെയാണ്. അതന്നെയാണ് ഏറ്റവും വലിയ ഉറപ്പ്. നമ്മളെന്തായാലും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മറന്നുകൊണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. എന്തായാലും നമുക്ക് കത്തി വെച്ച സമയം പോകണ്ടല്ലേ, വാഹനത്തിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ആദ്യം ഒരു EVയിൽ തുടങ്ങാം. അത്യാവശ്യം നല്ല ഓട്ടക്കാരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. KL 2 കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു നെക്സോൺ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 വാഹനം. 58,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. 58,000 ഓടി. സിംഗിൾ ഓണറിന്റെ വാഹനം. ഒരു സിംഗിൾ ക്ലെയിം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, 2026 അടുത്ത വർഷം വരെയും അതിന്റെ വാറണ്ടി ഉണ്ട്. ബാറ്ററി വാറണ്ടി 2029 വരെ ഉണ്ട്. 29 വരെ ബാറ്ററി വാറണ്ടി വരുന്നുണ്ട് അല്ലേ? കിലോമീറ്റർ വാറണ്ടി അവരെത്ര പറയുന്നത്? അത് 1,40,000 ആണ്. 1,40,000. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻ്റെ അല്ലേ? ഏറ്റവും കൂടി സൺറൂഫ് വരുന്ന അന്ന് ഇറങ്ങുന്നതിൽ ഏറ്റവും ടോപ്പ് എൻ്റെ 2021 58,000 കിലോമീറ്റർ. കമ്പനി പറയുന്ന റേഞ്ച് 360 കിലോമീറ്റർ ആണ്. എന്തായാലും ഒരു 300 അടുപ്പിച്ചിട്ടുള്ള ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. ഫുൾ ചാർജിൽ 300 കിലോമീറ്റർ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനിപ്പോൾ എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ 9,70,75,000 രൂപയാണ്. അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും തന്നെയാണ് കരുതുന്നത്. അത് ഫൈനലാണോ? അല്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ചെയ്തു, ചെറിയ രീതിയിൽ. ഓക്കെ, 9,70,75,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു നെക്സോൺ EV, അതും ഫുൾ ഓപ്ഷൻ വാഹനം കൊണ്ടുപോകാം. 300 കിലോമീറ്റർ റേഞ്ച് വരുന്നൊരു വണ്ടി. 360 കമ്പനി പറയുന്നുണ്ട്, പക്ഷേ 300 നിങ്ങൾക്ക് കിട്ടുന്ന പറയുന്നത് അല്ലേ? ഓക്കെ,
അപ്പോൾ നല്ല ഓട്ടക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. വാറണ്ടിയും എല്ലാം ബാക്കി കിടക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല? പിന്നെ PDF ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ. ഇതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ എന്തായാലും ഒരു 8 to 9 അടുപ്പിച്ച് എന്തായാലും കയറും. പ്രൊഫൈലിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 9 lakhs വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 9 lakh വരെ വണ്ടിക്ക് അത്രയും കിട്ടും അല്ലേ? എന്തായാലും കിട്ടും. ഓക്കെ. ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ ലോണും ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലോൺ എടുക്കേണ്ട ആവശ്യമില്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, കാരണം പലിശ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കാം അല്ലേ? ഓക്കെ. കയ്യിൽ പൈസ ഇട്ടിട്ട് തന്നെ എടുക്കുക. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ഒരു പവർഫുൾ കോമ്പാക്ട് SUV നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ, എടുക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആണ്. ക്രെറ്റയുടെ N-Line ആണ്, KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2024 മോഡൽ, 2025 ഡെലിവറി രജിസ്ട്രേഷൻ വന്നത്. ഏത് മാസം? അതും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 3 മാസമായിട്ടുള്ള വണ്ടി. 3 മാസത്തെ പഴക്കത്തിലാണ് ഈ ഒരു N-Line നിൽക്കുന്നത്. ആകെ 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ബ്രാൻഡ് ന്യൂ പോലെ നിൽക്കുന്ന വണ്ടി. 2028 വരെ അതിന്റെ 28 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുകയാണ്. ഓക്കെ. വണ്ടി പുതിയ വണ്ടിയുടെ വില 26,57,000 രൂപയാണ്. 26,57 വരുന്നുണ്ട് അല്ലേ പുതിയ വണ്ടിക്ക്? ഇതിപ്പോൾ 8000 ഓടി, 3 മാസത്തെ പഴക്കേ ഉള്ളൂ. 24 മോഡലും 25 രജിസ്ട്രേഷനാണ് വരുന്നത്. N10 എന്ന് പറഞ്ഞ വേരിയന്റ്, N-Line N10 അല്ലേ? ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് ഇത്. ഇപ്പം നിങ്ങൾ എത്ര ചോദിക്കുന്നത്? ഇത് ഞങ്ങൾ ഇതിലൊരു ഇത് 19,50,000 രൂപയാണ്. 19,50,000. ഓക്കെ. ഇപ്പൊ ചോദിക്കുന്നത് അല്ലേ? അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. മറ്റേ പുതിയതിന് 26,57,000 രൂപ. 57,000. ഇത് 19, 7 ലക്ഷത്തിന്റെ മാറ്റം ഏകദേശം വന്നു കഴിഞ്ഞു ഈ ഒരു 8000 കിലോമീറ്റർ കൊണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു വാഹനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോളൂ. കാരണം 3 വർഷം കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇത്രയും പൈസ നിങ്ങൾ ലോണിലേക്ക് കിട്ടാൻ തന്നെ ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി ഏകദേശം വ്യത്യാസം എത്ര വരുന്നുണ്ട്. വണ്ടിയുടെ ഫീച്ചേഴ്സ് നോക്കണമെങ്കിലും ശരിക്കും പറഞ്ഞ ഒരു പ്രീമിയം വണ്ടിയുടെ ഫീച്ചേഴ്സ് തന്നെ ഉള്ളിൽ നമുക്ക് കിട്ടും. ഒരു പഴയ ക്രെറ്റയായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ലെവലിൽ അത്രത്തോളം ഇന്റീരിയർ, പിന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വണ്ടിയിൽ കൊണ്ട്. ഡ്രൈവിംഗ് തന്നെ പെർഫോമൻസ് കാറാണ്, പെർഫോമൻസ് കാറാണ്. ഓക്കെ, ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമായിട്ട് പെട്ടെന്ന് വിളിച്ചോ അല്ലേ? ഫുൾ ഓൺ കയറില്ലേ? ഫുൾ ഓൺ കിട്ടുന്നൊരു വാഹനമാണ്. അടുത്ത നമ്മൾ പ്രീമിയം കാറ്റഗറിയിൽ എത്തിയിരിക്കുകയാണ്. മെഴ്സിഡസ് ബെൻസ് GLA 200 ഒരു KL7 രജിസ്ട്രേഷനാണ്. ഒറിജിനൽ കേരള ആണ് അല്ലേ? അതെ, ഒറിജിനൽ കേരള. ഓക്കെ. എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്, ഒറിജിനൽ കേരള. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് വരുന്നത് 2015 മോഡലാണ്. ഇത് 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. ഇപ്പൊ റീസെന്റ് കോസ്റ്റൽ സ്റ്റാറിൽ മെഴ്സിഡസിന്റെ ഷോറൂമിൽ സർവീസ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. 88 എത്രയാ പറഞ്ഞത്? 88,000 2015 മോഡൽ. ടോപ്പ് എൻഡ് അല്ല? ടോപ്പ് എൻഡ്. ഓക്കെ. ഇത് ആക്ച്വലി സെക്കൻഡ് ഓണറാണ്. ഫസ്റ്റ് ഓണറുടെ കയ്യിൽ നിന്ന് രണ്ടാമത് നമ്മൾ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സെല്ല് ചെയ്തതിന് ശേഷം ആ വാഹനം അദ്ദേഹം ഒരു ഏകദേശം ഒരു 1.5 വർഷം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ബൈബാക്ക് ചെയ്ത വണ്ടിയാണ്. ബൈബാക്ക് ചെയ്ത വണ്ടി. ഓക്കെ. അപ്പോൾ അവർക്ക് നമ്മളുടെ ഡോക്യുമെന്റേഷനിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമുക്ക് തന്നെ വണ്ടി തിരിച്ചു തന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ വണ്ടി ബൈബാക്ക് ഉണ്ട്. ഏത് വാഹനവും ഇപ്പം നമ്മളൊരു കസ്റ്റമർക്ക് കൊടുത്ത് ഇപ്പോൾ ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് അവർ ഒന്നില്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടി സെല്ല് ചെയ്ത് ഇപ്പോൾ വിദേശത്തോട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാറുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് എന്നും നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ഭംഗിയായി അത് നിലനിർത്തി കൊണ്ടുപോയാലേ അടുത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ബാക്കി എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 88,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി മെയിൻറ്റെയിൻ ആണ്. GLA 200 ഡീസലാണ് വണ്ടി. അത്യാവശ്യം മൈലേജ് അല്ലേ? എന്തായാലും ഒരു 16-17 ഒക്കെ ഈസി ആയിട്ട് കിട്ടും. നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് അതിൽ മുകളിലും കിട്ടുന്ന ആളുകളൊക്കെ പറയാറുണ്ട്. പിന്നെ വണ്ടി ക്ലെയിം ഒരു ഫസ്റ്റത്തെ ഓണറുടെ കയ്യിൽ നിന്ന് അവരുടെ വീടിന്റെ മുകളിൽ നിന്ന് എന്തൊരു കല്ല് വീണിട്ട് അവരുടെ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് ഫ്രണ്ട് ഗ്ലാസ് കമ്പനി തന്നെ മാറിയേക്കണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ആകെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഫസ്റ്റ് ഓണറുടെ കയ്യിൽ തന്നെ. വണ്ടിയുടെ പ്രൈസ് വരുന്നത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസാണ്. 15,70,75,000 ആണ്. നമ്മൾ ഫൈനൽ ഒരു 15,50,000 കൊടുക്കും. 15.5 ലക്ഷത്തിൽ 2015 മോഡൽ 88,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഒറിജിനൽ കേരള GLA 200 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത്രയും മൈലേജ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ബെൻസിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ്റനൻസ് കോസ്റ്റ് ഇതിനും C ക്ലാസ്സിനൊക്കെ കുറവാണ് അല്ലേ? കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ റീവണ്ടി കിട്ടും, പക്ഷേ ഇത് ഒറിജിനൽ കേരളയാണ്. ഓക്കെ, അത്രയും ധൈര്യത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ കോമ്പാക്ട് SUV ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ്. തീർച്ചയായും, പ്രത്യേകിച്ച് ബെൻസ് 15,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൽ എത്ര കിട്ടും നമുക്ക് ലോൺ? എന്തായാലും ഒരു 12 lakhs ഒക്കെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ കസ്റ്റമറുടെ ഒരു പ്രൊഫൈൽ അനുസരിച്ച് അതിലും മോഡലും കിട്ടാൻ ചാൻസ് നോക്കാം. ഓക്കെ, നമ്മളെ GLA കണ്ടു. അടുത്തതാ CLA 200.
അല്ലേ? ഒരു സെഡാൻ കാറ്റഗറിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2015 വണ്ടി. കേരള വണ്ടി. കേരള വണ്ടി. ഒറിജിനൽ കേരള സിംഗിൾ ഓണറാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. KL7 തന്നെയാണ്. അല്ല, KL1 വണ്ണാ? KL1. ഓക്കെ, ഞാൻ പെട്ടെന്ന് 7 വിചാരിച്ചു, സോറി. ഓക്കെ, KL1. ബാക്കി KL1 90,000 ഓടിയിട്ടുണ്ട്. 90,000 ഓടിയിട്ടുള്ള കമ്പനി മെയിൻറ്റൈൻഡ് എല്ലാ സർവീസും കമ്പനി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മളിൽ അവൈലബിൾ ആണ്. മേജർ ആയിട്ടുള്ള ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഹെഡ്ലൈറ്റ് മാത്രം അതിൻ്റെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ ചെയ്തേക്കണം. അല്ല, ഇത് രണ്ടും ഏകദേശം മൈലേജ് സെയിം ആയിരിക്കും. ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം ആണ്. മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് സെയിം അല്ലേ? പിന്നെ രണ്ടും അതൊരു കോമ്പാക്ട് SUV ആണ് GL, ഇതൊരു പക്ക സെഡാൻ കാറ്റഗറിയാണ്. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ്. ഓക്കെ, എത്രയാണ് ഇപ്പം നമ്മൾ ചോദിക്കുന്നത്? പ്രൈസ് നമ്മൾ 16.75 കൊടുക്കും. 16,70,5000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു CLA 200 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ ഓടിയ വാഹനം കൊണ്ടുപോകാം. കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള. ഇതിലും ഒരു 14 ആ റേഞ്ചൊക്കെ ലോൺ എന്തായാലും ലോൺ കയറും. ഒരു 13 to 14 എന്തായാലും ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു മെയിൻ്റനൻസ് കുറഞ്ഞ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ അല്ലേ വാഹനങ്ങളാണ് പ്രീമിയത്തിലായാലും. അപ്പോൾ താല്പര്യം ഉണ്ടെന്നാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലുള്ളൂ. ബെൻസ് മാറി BMWൻ്റെ ഒരു കോമ്പാക്ട് SUV എത്തിയിരിക്കുകയാണ്. X1 ആണ്. BMW X1 KL47 ഇവിടെ തന്നെ അല്ലേ? കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പറാണ് 8888. ഓക്കെ, പൊളി. എങ്ങനെയാണ് ഡീറ്റെയിൽ 2016 ആണ് വണ്ടി. 2016 എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. എക്സ്പെഡീഷൻ വേരിയന്റിൽ 65,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 65,000 2016 മോഡൽ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ അല്ലേ, അത് ഇപ്പൊ തേർഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. തേർഡ് ഓണർഷിപ്പ് ആണെങ്കിൽ കൂടി ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞങ്ങൾ തന്നെയാണ് TG7 കാർസ് തന്നെയാണ് 3 പ്രാവശ്യം വിൽപ്പന നടത്തിയിട്ടുള്ളത്. ബൈബാക്ക് ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് 3 പ്രാവശ്യം ഞങ്ങൾ. അടിപൊളി. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിപ്പോൾ 16 ആണ് ചോദിക്കുന്നത്. നമ്മളൊരു 15.5 ഫൈനൽ കൊടുക്കും. 15.5. 15.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു BMW X1 ഫൈനൽ റേറ്റ് കൊണ്ടുപോകാം. ഒറിജിനൽ കേരള വാഹനമാണ്. 2014. എല്ലാ സർവീസും കമ്പനി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ലോൺ കിട്ടൂല്ലേ ഇതിൽ? ലോൺ കിട്ടും. അത് സ്പെഷ്യൽ അപ്രൂവലൊക്കെ എടുത്ത് പോയാൽ എന്തായാലും ലോണ് ബാങ്കുകളിൽ തരും. ഓക്കെ, വലുത് മാത്രമല്ല ചെറുതുമുണ്ട്. ബ്രസേദ KL16 ആറ്റിങ്ങൽ രജിസ്ട്രേഷനാണ്, തിരുവനന്തപുരം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് 2018 വണ്ടി. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 26,000. 7 വർഷം കൊണ്ട് അല്ലേ? വളരെ ലൈറ്റ് യൂസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇത് ZDI പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ്. ഡീസലിൽ ഏറ്റവും ടോപ്പ്. ഡീസലിൽ ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ. അപ്പോൾ പലർക്കും ഡൗട്ട് വരും, വെച്ചാൽ ഡീസലിൽ ഓടാണ്ട് വെച്ചാൽ പണി വരൂലെന്നാണ്. ഒരു മിനിമം ഓട്ടം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കമ്പനിയിൽ സർവീസ് പോയിട്ടുള്ള വണ്ടിയാണ്. എല്ലാ വർഷത്തിലും അതിന്റെ കിലോമീറ്റർ ആയില്ലെങ്കിൽ പോലും കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇയർ വൈസ് കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട്. പിന്നെ ഒരു മിനിമം ഓട്ടം ഓടിയാൽ മതി. ഓട്ടം തീരെ വെച്ച് ഇങ്ങനെ ഇരിക്കരുതെന്നേ ഉള്ളൂ. എന്തായാലും നിലവിൽ വർക്കിംഗ് എല്ലാം പക്കല്ല. അത്രയും ലോ കിലോമീറ്റർ വണ്ടിയാണ്. 7 വർഷം കൊണ്ടാണ്. 2018 മോഡലിലാണ്. 21,000 കിലോമീറ്റർ കൂടി. 26,000. അതും ഡീസൽ. മൈലേജ് ഉണ്ടാവും ഒരു 18 ആ റേഞ്ച് മൈലേജും കിട്ടും. ലോണും എന്തായാലും ഒരു 7 to 8 ഒക്കെ ലോണും കിട്ടും. ക്ലെയിമോ കാര്യം എന്താ കണ്ടോ? ഒന്നുമില്ല. ഡിക്കിന്റെ ഭാഗത്ത് മാത്രം ചെറിയൊരു ക്ലെയിം, പെയിന്റിംഗ് വർക്ക് മാത്രം. ഓക്കെ, ഇതിപ്പോ എത്ര ചോദിക്കുന്ന നേരം? ഇത് നമ്മൾ 9,60,000 രൂപയാണ് ചോദിക്കുന്നത്. ZDI പ്ലസ് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്. അതും പറഞ്ഞില്ല, ഓട്ടോമാറ്റിക് അതും. ഓക്കെ, ZDI പ്ലസ് വെറും 26,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. 7 to 8 ലോൺ പറഞ്ഞാൽ കിട്ടുന്നില്ല? 8 എന്തായാലും കിട്ടും. 8 എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വെന്യൂ ആണ്. KL7 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2021 വാഹനം. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ ടർബോ DCT ആണ് വണ്ടി. ടർബോ DCT 1 ലിറ്ററിൽ ടോപ്പ് SX പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ്, സൺറൂഫ് വരുന്ന ടോപ്പ് വേരിയന്റ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ക്ലെയിം പോലും ഇല്ലാത്ത വണ്ടിയാണ്. ഒരു ലേഡി ഡ്രിവൻ കാറാണ്. എറണാകുളത്തുള്ള ഒരു മാഡം ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. വളരെ ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു വെന്യൂ. 2021 DCT ഓട്ടോമാറ്റിക്. നല്ല അടിപൊളി ടയേഴ്സ് ആണ്. പുതിയതാണോ? പുതിയ ടയേഴ്സ് ആണ് അല്ലേ? ഓക്കെ, സിറ്റിയിലൊക്കെ പക്കയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടി. ഒരു കോമ്പാക്ട്, വളരെ ചെറിയതായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന. തീർച്ചയായും ഒരു 1 ലിറ്റർ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല. മൈലേജ് ഉണ്ട്, പവറും ഉണ്ട്. ഒരു 12-15 ഒക്കെ കിട്ടും. എന്തായാലും കിട്ടും. 14 നന്നായിട്ട് ഓടിക്കണമെങ്കിൽ അപ് ടു 14 വരെയൊക്കെ കിട്ടും. ഇതിനിപ്പോൾ എത്രയാണ്?
ചോദിക്കുന്നത്? ഇത് 8.9 ആണ്, 8.90, 8,90,000 ആണ്. 8,90,000 രൂപയ്ക്ക് 2021 ഓട്ടോമാറ്റിക് DCT ഗിയർ ബോക്സ് വരുന്ന ഒരു വെന്യൂ 1 ലിറ്റർ ടർബോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 8 ലോൺ ചെയ്ത് എന്തായാലും ഒരു 7.5 എന്തായാലും പ്രതീക്ഷിക്കാം. 8 പിന്നെ പ്രൊഫൈൽ അത്രയും സ്ട്രോങ് ആണെങ്കിൽ 8 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ 7 സീറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. KL 8 രജിസ്ട്രേഷൻ വരുന്ന XUV 500 ആണ് മഹീന്ദ്ര. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 വാഹനമാണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി മെയിൻറ്റെയിൻ ഉണ്ട്. വളരെ ലോ കിലോമീറ്റർ ആണ്. വളരെ കുറച്ച് കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്? അല്ല, സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് W10 ഏറ്റവും കൂടിയ വണ്ടിയാണ്. അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ മാനുവൽ ഗിയർ ആണ്. മാനുവൽ അല്ലേ? ഓക്കെ. ഡീസലാണ് എഞ്ചിൻ വരിക. പലരും ഇപ്പോൾ എഞ്ചിൻ ഏതാണെന്ന് എടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിനാണ് വരിക. ഓക്കെ, മാനുവൽ ആണ്. ഒരു 12 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും ഇതിന്? 12 എന്തായാലും കിട്ടും. 10 to 12 എന്തായാലും കിട്ടും. 10 to 12 പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ഓക്കെ, അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സും പിന്നെ സ്റ്റൈലിഷ് ലുക്കും എല്ലാം വരുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ പൊതുവെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ സീറ്റ് കവറും ഹാൻഡിലും ആണ്. ഹാൻഡിൽ മാറിയതാണോ അത്? അല്ല, ഹാൻഡ് ബ്രേക്ക് മാറിയതാണോ? ഹാൻഡ് ബ്രേക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും അതെല്ലാം പൊട്ടിയിട്ടോ, അതാണ് ചോദിച്ചത്. ഓക്കെ, എന്നാലും ഒരു അടിപൊളി കളറാണ് പേർപ്പിൾ. ഓക്കെ, എങ്ങനെ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ മൈനർ ടച്ചപ്സ് മാത്രം ചെയ്തിട്ടുള്ള കമ്പനി. വേറെ മേജർ ആയിട്ട് റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ചോദിക്കുന്നത് പ്രൈസ് 9,50,000 ആണ്. 9,50,000. 2016 W10 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. കിലോമീറ്റർ എത്രയാ? 42. അത് ലോ കിലോമീറ്റർ. കിലോമീറ്റർ കുറവായതിന്റെ പേരിലാണ്. വളരെ ലോ കിലോമീറ്റർ. ആ ഒരു വില കേരള വണ്ടി തന്നെയാണ് ഒറിജിനൽ. ഓക്കെ, അപ്പോൾ ലോൺ ഒരു 8 lakhs കിട്ടും. 8 lakhs എന്തായാലും. ഓക്കെ, അടുത്തത് താറാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഏത് ഷോറൂമിൽ പോയാലും താറിൻ്റെ എൻക്വയറി ഹൈ ലെവൽ എൻക്വയറിയാണ്. പെട്ടെന്ന് സാധനം പോകുന്നുണ്ട്. 3 door ആയാൽ പോലും പെട്ടെന്ന് പോകുന്നുണ്ട് ഇപ്പോഴും. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന ഒരു താർ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2021 വാഹനം. 38,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വാഹനമാണ്. ഓക്കെ, വണ്ടി കറക്റ്റ് മെയിൻറ്റൈൻഡ് ആണ്. പക്ക കമ്പനി സർവീസ് തന്നെയാണ്. ഏതാണ്? ഡീസൽ 4x4 അല്ല, പെട്രോള് മാനുവൽ 4x4 ആണ്. പെട്രോൾ മാനുവൽ 4x4. ഓക്കെ, 21 അല്ലേ? ഈയിടെയായിട്ട് ഈ പറഞ്ഞ പോലെ ഡീസൽ വണ്ടി എൻക്വയറി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്രത്തോളം തന്നെ പെട്രോൾ ശരിക്കും ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതും പ്രോപ്പർ സർവീസ് എല്ലാം വേറെ വർക്കൊന്നുമില്ല? ഒന്നുമില്ല. ഒരു പെൻഡിങ് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എത്രയായിരുന്നു കിലോമീറ്റർ? 38. 38,000. 21 മോഡലാണ്. ഓക്കെ, ടയേഴ്സ് മാറിയതാണോ? ടയേഴ്സ് ഇല്ല, കമ്പനി വന്ന ടയർ. അതേ ടയർ തന്നെയല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉണ്ട് ഇപ്പോഴും അല്ലേ? ഒരു 50% താഴെയുള്ള എന്നാലും കുഴപ്പമില്ല. എത്രയാ ചോദിക്കുന്നത്? നമ്മൾ 11,70,75,000 ചോദിക്കുന്നത്. 11.25 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു 2021 4x4 മാനുവൽ താർ നിങ്ങൾക്ക് കൊണ്ടുപോകും. പെട്രോൾ ആണ്. ഓക്കെ, എങ്ങനെ പോയാലും ഒരു 11 lakhs ഒക്കെ ഈസി ആയിട്ട് ലോണും കിട്ടും. അതെ, 25,000 രൂപ ഉണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഈ താറല്ലാതെ വേറെ സ്റ്റോക്ക് ഉണ്ട്? ഇനി താർ ഒരു വാഹനം കൂടി ഉണ്ട്, പക്ഷെ അത് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഡീസൽ 2022 ആണുള്ളത്. അത് സെയിം തന്നെ, ബ്ലാക്ക് കളർ. വേറെ ഏതെങ്കിലും വരാനുണ്ടോ? വരാനായിട്ട് 2-3 കാറും കൂടും വരാനുണ്ട്. കാരണം എന്തായാലും എനിക്കൊരു വരുന്ന സെഗ്മെന്റ്, അപ്പോൾ ആൾക്കാർ ഒരു ക്യൂരിയോസിറ്റി വരാനുണ്ട്. വണ്ടിയിൽ വരാനുണ്ട് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. മഹീന്ദ്ര XUV 700 KL 81 രജിസ്ട്രേഷൻ. ഒരു വൈറ്റ് കളർ അടിപൊളി ഒരു വണ്ടി. ഏതാ? X5 ആണ്. X5 7 സീറ്റർ ഡീസൽ മാനുവൽ. X5 7 സീറ്റർ മാനുവൽ ഡീസൽ വാഹനമാണ്. അതേ വേരിയന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സൺറൂഫ് ഉള്ള വാഹനമാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 4,800 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ്. ഏതാ മോഡൽ? 2022. 4,800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,800 മാത്രം. എന്ത് പറയാനാ, ഷോറൂം കണ്ടീഷൻ എന്ന് വിളിക്കാൻ പറ്റിയ ഒരു വണ്ടി. പ്ലാസ്റ്റിക് കവർ പോലും പോയിട്ടില്ല. ഓക്കെ, ഇതും ഒരു ലേഡി ഡ്രിവൻ കാറാണ്. ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല അല്ലേ? വാറണ്ടി ക്ലെയിം പോലും ഇല്ലാത്ത വാഹനം. വാറണ്ടി എക്സ്റ്റെൻഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. 3 year വാറണ്ടി കമ്പനി. ഇപ്പൊ ഏതാ മാസം വരുന്നത്? 12ാം മാസം. അതെ, അപ്പോൾ ഈ വർഷം ഡിസംബർ 6 തീയതി വരെ നിങ്ങൾക്ക് അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ്. വേണം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെറും 4,800 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, X5 7 സീറ്റർ ഡീസൽ മാനുവൽ. മൈലേജ് എത്ര കിട്ടും ഇതിന്? മൈലേജ് എങ്ങനെയായാലും ഒരു ലോങ് ഡ്രൈവിലൊക്കെ ഒരു 14-ന്റെയും 16-ന്റെ ഇടയിൽ കിട്ടും. കിട്ടുന്നുണ്ട്? അത്രയും? 14-ന്റെ 16-ന്റെ ഇടയിൽ. ഹെവി വണ്ടിയാണ്, പക്ഷെ കിട്ടുന്നുണ്ട്. പക്ഷെ വണ്ടി പറഞ്ഞ പോലെ കുറച്ചും കൂടിയും ഈസിയാണ്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഓടിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 14, 15, 16-ന്റെ ഒക്കെ റേഞ്ചിൽ തന്നെ കാണിക്കുന്നത്. ശരിക്കും 500 മൈലേജ് ഉണ്ട് അല്ലേ? 500 മൈലേജ്, നല്ല മൈലേജ് ഉണ്ട്. ഓക്കെ, ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അഡാസ് ഒന്നും വരില്ല. അത് X7L-ലേക്കാണ് വരുന്നത്, ഏറ്റവും ടോപ്പിലേക്കാണ് വരുന്നത്. ഓക്കെ, എത്രയാ പ്രൈസ് വരുന്നത്? 18.5 ലക്ഷം രൂപ.
അന്ന് എത്ര ഉണ്ടായിരുന്നു ഇതിന്? 2350 അന്നത്തെ 2350. ഇന്നിപ്പോ എത്ര ഉണ്ട് ഈ ഒരു? എനിക്ക് 24 നിയർ ടു 24 തന്നെ ഉള്ളൂ. ഓക്കെ, 24. ഓക്കെ, എനിക്ക് തോന്നുന്നു അന്ന് 23-23.5 താഴെയാണെന്ന് തോന്നുന്നു വണ്ടിയുടെ വില. 23 തന്നെ കൂട്ടിയാൽ ഇപ്പോ 1850. അപ്പോൾ 4 ലക്ഷം അവിടെ തന്നെ. പക്ഷേ വണ്ടി കിലോമീറ്റർ ഇപ്പൊ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്നത് ആ ഒരു ഫീൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. യൂസ്ഡ് കാർ മാർക്കറ്റിൽ എപ്പോഴും കിലോമീറ്റർ, ഓണർഷിപ്പ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വണ്ടിയുടെ വില. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പുതിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതും കൂടി ഒന്ന് പരിഗണിച്ചു. എന്തായാലും പറഞ്ഞ പോലെ ലോണും ബാങ്കിന്റെ ഒരു സപ്പോർട്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 18 lakhs അല്ലെങ്കിൽ ഒരു 17 to 18 lakhs വരെയൊക്കെ ലോണും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വണ്ടിയിലോട്ടോ. ഇതാ ഒരു 7 സീറ്റർ SUV സെഗ്മെന്റ് ആണ്. ടൊയോട്ട ഫോർച്യൂണർ KL7 രജിസ്ട്രേഷൻ, കേരള വണ്ടി തന്നെ ഇത്. ഒറിജിനൽ കേരള. എങ്ങനെയാ ഡീറ്റെയിൽ? 2013 വാഹനം. 1,95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. വാഹനം കമ്പനിയുടെ പേരിൽ നിന്ന് ഇൻഡിവിജ്വലിന്റെ പേര്, അതായത് അവരുടെ ഓഫീസിലുള്ള ഒരാളുടെ പേരിലോട്ട് മാറേണ്ടി വന്നു. അത് ടാക്സ് സേവിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ കാരണവശാലാണ് അത് മാറിയതെക്കണം. അവര് തന്നെയാണ് പുതിയത് എടുത്ത് വാഹനം. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. 1.95 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതാണ് ഓപ്ഷൻ? ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക്. 2013 മോഡലാണ്. ഫുൾ സർവീസ് ഉണ്ടല്ലോ? എല്ലാ സർവീസും കമ്പനിയാണ്. ഓക്കെ, കേരള വണ്ടി തന്നെ ഒറിജിനൽ. ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 13.75 കൊടുക്കാം. കേരള വണ്ടി 13,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 2013 2 വീൽ ഓട്ടോമാറ്റിക്. വേറെ ഒരു വർക്കും ഇല്ലല്ലോ? ഒന്നും ചെയ്യാനില്ല. നീറ്റാണല്ലേ വണ്ടി? അത്യാവശ്യം നീറ്റ് തന്നെയാണ്. ഓക്കെ, ലോണ് ഒരു 12 കിട്ടും? 10 വരെയൊക്കെ 10-11 ആ റേഞ്ചിലൊക്കെ. 10-11 വരെ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളൊരു ബ്രാൻഡാണ് MGയുടെ ഹെക്ടർ പ്ലസ് ആണ്. 7 സീറ്റർ വാഹനമാണ് ഇത്. KL19 രജിസ്ട്രേഷൻ, ഡീസലാണ്. ഡീസൽ മാനുവൽ കാറാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? അപ്പോൾ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒരു 13-14 കിട്ടും. 13 15ന്റെ മുകളിൽ കിട്ടും. അത്ര ഉറപ്പിച്ച് പറയാം? ഉറപ്പായിട്ടും കിട്ടും. ഏതാ മോഡൽ? ഏതായത്? 2022 ആണ്. 22 ഹെക്ടർ പ്ലസ് ഡീസൽ അല്ലേ? ഓക്കെ, ബാക്കി കോട്ടം 2022 ആണ്. വണ്ടി 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ വില വരുന്നത് 15 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഫൈനൽ കൊടുക്കും. 7 സീറ്റർ ആണ്. 2022 ഡീസൽ, 2022 മോഡൽ, 48,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. വേറെ വർക്കും കാര്യമൊന്നുമില്ല. ക്ലീൻ ആണ് വണ്ടി. ഓക്കെ, അപ്പോൾ ലോണും ഏകദേശം ഒരു 13 വരെയൊക്കെ ഈസി ആയിട്ട് കിട്ടും. 13-14 ഇടയിൽ എന്തായാലും കിട്ടും. ഏറ്റവും കംഫർട്ടും ഡ്രൈവിംഗ് സുഖം എല്ലാം ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ്. ഫീച്ചേഴ്സിലാണ് എംജിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. ഒരുപാട് ഫീച്ചേഴ്സാണ്, ലോഡ് ഫീച്ചേഴ്സാണ്, എടുത്ത് പറയാൻ പറ്റില്ല, അത്രയുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എത്ര വരെ ലോൺ പറഞ്ഞാൽ? 13? ലോൺ എന്തായാലും ഒരു 13-14 ഇടയിലായിട്ട് കയറും. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനം ടാറ്റയുടെ ഹെക്സയാണ്. ഒരു 7 സീറ്റർ സെഗ്മെന്റ്. ഇതന്ന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്, സേഫ്റ്റി റേറ്റിംഗ്. ഓക്കെ, 7 സീറ്റർ ആണ് അല്ലേ? കേരളത്തിൽ അങ്ങനെ കാണാത്തൊരു മോഡലാണ്, പക്ഷെ പുറത്ത് അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് തീർച്ചയായും. ഓക്കെ, KL63 രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 ആണ് വാഹനം വരുന്നത്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ അല്ലേ? XT വേരിയന്റ് ആണ്. അന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾ മാനുവലിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടിയ വാഹനം. വരുന്നില്ല അന്ന്. XZ അല്ല, XT ആണ്. XL വരുന്നത് XT ആണ്. XT ആണ് ഏറ്റവും ടോപ്പ്. 8 എയർ ബാഗ് വരുന്ന വാഹനമാണ് അല്ലേ? 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലെതർ സീറ്റ് ആണ്. അത്രയും മെയിൻറ്റൈൻ ആണ്. ഇപ്പൊ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വാഹനത്തിൽ ഇരിക്കുന്ന അതേ ഫീലാണ്. ഓക്കെ, എത്ര നമ്മളിപ്പോൾ ചോദിക്കുന്നതിന്? പ്രൈസ് 9.50 ചോദിക്കുന്നത്. 9.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 2017 മോഡലാണ് ഹെക്സ. ലോ കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. ലോണും ഏകദേശം ഒരു 8 lakhs 8.5 വരെയൊക്കെ 8 ഒക്കെ എന്തായാലും കിട്ടും. എക്സൊക്കെ പൊതുവെ മൈലേജ് എങ്ങനെ? മൈലേജ് ഇത് വലിയൊരു വാഹനമാണല്ലോ. മാനുവൽ വണ്ടി? മാനുവൽ. ഓക്കെ, ഡീസൽ മാനുവൽ ആണ്. 10-12 ഇടയിൽ ഒരു 10-11 ആ റേഞ്ചിൽ. നമ്മൾ സാധാരണ ഇന്നോവയിന്റെ ഒക്കെ റേഞ്ച് തന്നെ അല്ലേ? 7 സീറ്റർ വാഹനമാണ്. പിന്നെ സേഫ്റ്റി ആണ് ഇതിന്റെ മെയിൻ ഘടകം. ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് സേഫ്റ്റിയാണ്, അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇതൊരു 8 ലക്ഷമൊക്കെ ലോൺ തരുമോ? എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും മൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. ഇനിയും നമ്മൾ കാണിക്കാത്ത കുറച്ച് വണ്ടികളും കൂടെ ഉണ്ട്. മിനി കൂപ്പറൊക്കെ ഉണ്ട് അല്ലേ? വണ്ടികൾ നമ്മൾ ഒട്ടും കാണിച്ചിട്ടില്ല. കുറച്ച് വണ്ടികളുണ്ട്. കൂടുതൽ ഫോക്കസ് ചെയ്യാൻ മിഡ് സെഗ്മെന്റ് പറഞ്ഞതുകൊണ്ട് മിഡ് സെഗ്മെന്റ്. ഞാൻ അടുത്തൊരു വീഡിയോ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹൈ എൻഡ് കൂടെ കാണിച്ചു തരാം. ഹൈ എൻഡ് എന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും കേരള വണ്ടികൾ തന്നെയാണല്ലോ. കേരള മിക്സഡ് ആയിട്ടാണ്. പക്ഷെ എന്നാലും നമ്മളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് തന്നെയാണ്. ഹൈ എൻഡ് വണ്ടികളിൽ
ഏതൊരു ഇപ്പോൾ ഷോറൂമുകളിൽ പലരും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാലും നമ്മൾക്ക് ഏതൊരു പ്രൈസൊക്കെ നമുക്ക് പൊട്ടിച്ച് കൊടുക്കാൻ പറ്റും. എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം. അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക. അപ്പോൾ നമ്മുടെ പുതിയ ഷോറൂമാണ്. ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്യണം. പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ട് വീണ്ടും വിളിക്കുക. നമുക്ക് പൊട്ടിച്ച വിലയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ബൈ.